നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും ചലനങ്ങൾ ഓരോ വ്യക്തിയുടെയും ജീവിതഗതിയെ, വിശേഷിച്ചും സാമ്പത്തിക ഭാവിയെ അദൃശ്യമായി സ്വാധീനിക്കുന്നുവെന്ന് ജ്യോതിഷം പറയുന്നു. 2026 ഏപ്രിൽ മാസം അശ്വതി നക്ഷത്രത്തിൽ പിറന്നവർക്ക് സാമ്പത്തിക രംഗത്ത് ഒരു പുതിയ അധ്യായം കുറിക്കാൻ സാധ്യതയുള്ള അവസരങ്ങളും വെല്ലുവിളികളും നിറഞ്ഞ ഒരു കാലഘട്ടമായിരിക്കും. ജ്യോതിഷത്തിലെ 27 നക്ഷത്രങ്ങളിൽ ആദ്യത്തേതാണ് അശ്വതി. ഇത് മേടം രാശിയുടെ ഭാഗമായി വരുന്ന നക്ഷത്രമാണ്. കേതുവാണ് അശ്വതി നക്ഷത്രത്തിന്റെ അധിപൻ. ദേവത അശ്വിനി ദേവന്മാരാണ്. അശ്വതി നക്ഷത്രക്കാർ പൊതുവെ ഊർജ്ജസ്വലരും ധൈര്യശാലികളും വേഗത്തിൽ തീരുമാനമെടുക്കുന്നവരും സാഹസികരുമാണ്. ഇവർക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാനും മുൻകൈ എടുക്കാനുമുള്ള കഴിവ് കൂടുതലായിരിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ ഇവർ ചിലപ്പോൾ അപ്രതീക്ഷിത ലാഭങ്ങൾ നേടുന്നവരും റിസ്കുകൾ എടുക്കാൻ മടിക്കാത്തവരുമാണ്. എന്നിരുന്നാലും കേതുവിന്റെ സ്വാധീനം കാരണം സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ചിലപ്പോൾ വ്യക്തത കുറവോ ആശയക്കുഴപ്പങ്ങളോ ഉണ്ടാകാനും സാധ്യതയുണ്ട്. നിങ്ങളുടെ നക്ഷത്രാധിപനായ കേതു ഈ മാസം സാമ്പത്തികപരമായ കാര്യങ്ങളിൽ അപ്രതീക്ഷിതമായ ചില അനുഭവങ്ങളും മാറ്റങ്ങളും കൊണ്ടുവരാം. ഇത് ആത്മീയമായ ഉൾക്കാഴ്ചയിലൂടെ സാമ്പത്തികപരമായ തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ചേക്കാം. അല്ലെങ്കിൽ ചില അപ്രതീക്ഷിത ധനലാഭങ്ങളോ ചെലവുകളോ ഉണ്ടാകാം. മേടം രാശിയുടെ അധിപനായ ചൊവ്വ ധൈര്യത്തിന്റെയും ഊർജ്ജസ്വലതയുടെയും ഗ്രഹമാണ്. ഈ മാസം ചൊവ്വയുടെ അനുകൂലമായ സ്ഥാനം അശ്വതി നക്ഷത്രക്കാർക്ക് സാമ്പത്തികപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ വേഗതയും ആത്മവിശ്വാസവും നൽകും. ഇത് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനും നിക്ഷേപങ്ങളിൽ ധൈര്യപൂർവ്വം മുന്നോട്ടു പോകാനും സഹായിക്കും. വ്യാഴം ധനകാര്യങ്ങളുടെയും ഭാഗ്യത്തിന്റെയും ഗ്രഹമാണ്. ഈ മാസം വ്യാഴം അനുകൂല സ്ഥാനത്ത് വരുന്നത് അശ്വതി നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിത ധനലാഭത്തിനും നിക്ഷേപങ്ങളിൽ നിന്നുള്ള നേട്ടങ്ങൾക്കും വഴിയൊരുക്കും. ഇത് സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്തുകയും സാമ്പത്തികപരമായ തീരുമാനങ്ങളിൽ വിവേകം നൽകുകയും ചെയ്യും. ശനി ദീർഘകാല നിക്ഷേപങ്ങൾക്കും സാമ്പത്തിക സ്ഥിരതയ്ക്കും കാരണമാകുന്ന ഗ്രഹമാണ്. ഈ മാസം ശനിയുടെ സ്വാധീനം സാമ്പത്തിക അച്ചടക്കം പാലിക്കാനും ദീർഘകാല ലക്ഷ്യങ്ങൾ നേടാനും സഹായിക്കും. എന്നാൽ ചിലപ്പോൾ സാമ്പത്തികമായ കാര്യങ്ങളിൽ കാലതാമസം ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഈ മാസം ബുധന്റെയും ശുക്രന്റെയും ചലനങ്ങൾ നിങ്ങളുടെ ആശയവിനിമയ ശേഷിയെയും സാമൂഹിക ബന്ധങ്ങളെയും സ്വാധീനിക്കും. ഇത് ബിസിനസ്, തൊഴിൽ മേഖലകളിൽ പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കും. ഈ ഗ്രഹങ്ങളുടെ എല്ലാം സംയോജിത സ്വാധീനമാണ് സാമ്പത്തിക പ്രവണതകളെ നിർണ്ണയിക്കുന്നത്. അപ്രതീക്ഷിത ധനലാഭം പ്രതീക്ഷിക്കാം. ഭാഗ്യം നിങ്ങളോടൊപ്പം നിൽക്കുന്നതിനാൽ പഴയ നിക്ഷേപങ്ങളിൽ നിന്നുള്ള അപ്രതീക്ഷിത വരുമാനം അല്ലെങ്കിൽ മുൻപ് പ്രതീക്ഷിക്കാത്ത ഏതെങ്കിലും വഴിയിലൂടെയുള്ള പണവരവ് എന്നിവ ഇതിൽ ഉൾപ്പെടാം. ഇത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിക്ക് ഉത്തേജനം നൽകും. കേതുവിന്റെ സ്വാധീനം നിങ്ങളെ സാധാരണ വഴിയിൽ നിന്ന് വ്യതിചലിച്ച് പുതിയ വരുമാന മാർഗങ്ങൾ തേടാൻ പ്രേരിപ്പിക്കും. സാങ്കേതിക വിദ്യ, ഗവേഷണം, ആത്മീയപരമായ മേഖലകൾ അല്ലെങ്കിൽ അസാധാരണമായ സംഭവങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടാം. ഇത്തരം അവസരങ്ങളെ തിരിച്ചറിഞ്ഞ് പ്രയോജനപ്പെടുത്തുന്നത് സാമ്പത്തിക വളർച്ചയ്ക്ക് നല്ലതാണ്. ശ്രദ്ധയോടെ പണം കൈകാര്യം ചെയ്യുകയും ഒരു വ്യക്തമായ സാമ്പത്തിക പദ്ധതി ഉണ്ടാക്കുകയും ചെയ്താൽ ഈ മാസം നിങ്ങളുടെ സാമ്പത്തിക അടിത്തറ കൂടുതൽ ഭദ്രമാക്കാൻ സാധിക്കും. ദീർഘകാലത്തേക്ക് സാമ്പത്തികമായി സുരക്ഷിതത്വം ഉറപ്പാക്കാൻ സാധിക്കും. എന്നാൽ ചിലപ്പോൾ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായേക്കാം. ഈ മാസം പണത്തിന്റെ ഒഴുക്ക് നല്ല നിലയിലായിരിക്കും. എന്നാൽ ഇത് അമിതമായി പണം ചെലവഴിക്കുന്നതിന് ഒരു കാരണമാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഒരു ബഡ്ജറ്റ് പാലിക്കുന്നത് അനിവാര്യമാണ്. തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങളും സാമ്പത്തികപരമായ മുന്നേറ്റങ്ങളും പ്രതീക്ഷിക്കാം. നിങ്ങളുടെ ധൈര്യവും മുൻകൈയെടുക്കാനുള്ള കഴിവും ഈ മാസം അംഗീകരിക്കപ്പെടും. നിങ്ങൾക്ക് പുതിയതും വെല്ലുവിളി നിറഞ്ഞതുമായ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാൻ അവസരം ലഭിക്കും. ഇത് നിങ്ങളുടെ കഴിവിനെ അംഗീകരിക്കുന്നതിനും കൂടുതൽ വരുമാനം നേടുന്നതിനും സഹായിക്കും. നിങ്ങളുടെ വേഗതയും കാര്യക്ഷമതയും ശ്രദ്ധിക്കപ്പെടും. നിങ്ങളുടെ മികച്ച പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രൊമോഷനോ പ്രത്യേക ഇൻസെന്റീവുകളോ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇത് നിങ്ങളുടെ മാസ വരുമാനത്തിൽ കാര്യമായ വർധനവിന് കാരണമാകും. നിലവിലെ ജോലിയിൽ തൃപ്തരല്ലാത്തവർക്ക് അല്ലെങ്കിൽ പുതിയ വെല്ലുവിളികളെ ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം മികച്ച ശമ്പള പാക്കേജുകളോടും ഉയർന്ന ഉത്തരവാദിത്തങ്ങളോടും കൂടിയ തൊഴിലവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. പുതിയ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട ജോലികൾക്ക് സാധ്യതയുണ്ട്. തൊഴിൽ മേഖലയിലെ ഏതെങ്കിലും മാറ്റങ്ങൾ നിങ്ങൾക്ക് സാമ്പത്തികപരമായി അനുകൂലമായി ഭവിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ബിസിനസ്സിൽ പുതിയതും പരമ്പരാഗതമല്ലാത്തതുമായ ആശയങ്ങളും സാങ്കേതിക വിദ്യകളും നടപ്പിലാക്കാൻ ഇത് നല്ല സമയമാണ്. ഇത് വിപണിയിൽ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും പുതിയൊരു മാനം നൽകുകയും കൂടുതൽ ഉപഭോക്താക്കളെ ആകർഷിക്കുകയും ചെയ്യും. ബിസിനസ് വിപുലീകരിക്കാനും പുതിയ നിക്ഷേപങ്ങൾ ആകർഷിക്കാനും ഇത് അനുകൂലമായ സമയമാണ്. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ ധൈര്യം കാണിക്കും. എന്നാൽ റിസ്കുകൾ ശ്രദ്ധാപൂർവം വിലയിരുത്തുക. ലാഭകരമായ പുതിയ ബിസിനസ് പങ്കാളിത്തങ്ങളിൽ ഏർപ്പെടാൻ സാധ്യതയുണ്ട്. ഇത് നിങ്ങളുടെ ബിസിനസിന്റെ വരുമാനം വർദ്ധിപ്പിക്കുകയും വിപണിയിൽ നിങ്ങളുടെ സ്ഥാനം കൂടുതൽ ഉറപ്പിക്കുകയും ചെയ്യും. ബിസിനസ് വിപുലീകരിക്കാനും പുതിയ മാർക്കറ്റുകളിലേക്ക് പ്രവേശിക്കാനും ഇത് നല്ല സമയമാണ്. അതിവേഗമുള്ള വളർച്ചയ്ക്ക് സാധ്യതയുണ്ട്. മുൻപ് നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്ന് അപ്രതീക്ഷിതമായി വലിയ ലാഭം ലഭിക്കാൻ സാധ്യതയുണ്ട്. പുതിയതും അസാധാരണവുമായ നിക്ഷേപ മേഖലകളിൽ താല്പര്യം തോന്നാം. സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട സ്റ്റാർട്ടപ്പുകൾ, ഗവേഷണ സ്ഥാപനങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടാം. എന്നാൽ ഇവയിൽ ഉയർന്ന റിസ്ക് ഉള്ളതിനാൽ ശ്രദ്ധയോടെ സമീപിക്കുക. ദീർഘകാലാടിസ്ഥാനത്തിലുള്ള നിക്ഷേപങ്ങൾക്ക് ഇത് നല്ല സമയമാണ്. വ്യാഴത്തിന്റെ സ്വാധീനം ദീർഘകാല നിക്ഷേപങ്ങളിൽ നിന്ന് മികച്ച വരുമാനം നേടാൻ സഹായിക്കും.
വർദ്ധിച്ച വരുമാനം സമ്പാദ്യത്തിലേക്ക് മാറ്റാൻ ഇത് നല്ല സമയമാണ്. അനാവശ്യ ചെലവുകൾ കുറച്ച് സമ്പാദ്യം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. വരുമാനത്തിൽ വർധനവുണ്ടാകുമെങ്കിലും അശ്വതി നക്ഷത്രക്കാർ ചെലവുകളുടെ കാര്യത്തിൽ ഒരു നിശ്ചിത ബഡ്ജറ്റ് പാലിക്കുന്നത് സാമ്പത്തിക ഭദ്രതയ്ക്ക് അത്യാവശ്യമാണ്. കടബാധ്യതകൾ കുറയ്ക്കാനും ഈ മാസം ശ്രദ്ധ നൽകാം. ഒരു കൃത്യമായ ബഡ്ജറ്റ് ഉണ്ടാക്കുകയും അത് പാലിക്കുകയും ചെയ്യുന്നത് സാമ്പത്തികമായി സുരക്ഷിതത്വം നൽകും. നിങ്ങളുടെ വരുമാനവും ചെലവുകളും സൂക്ഷ്മമായി നിരീക്ഷിക്കുക. ഈ മാസം ചില അപ്രതീക്ഷിത ചെലവുകൾ വരാൻ സാധ്യതയുണ്ട്. ആരോഗ്യപരമായ ആവശ്യങ്ങൾ, യാത്രകൾ അല്ലെങ്കിൽ പുതിയ സാങ്കേതിക ഉപകരണങ്ങൾ വാങ്ങുന്നത് എന്നിവ ഇതിൽ ഉൾപ്പെടാം. ഒരു അടിയന്തര ഫണ്ട് കരുതിയിരിക്കുന്നത് നല്ലതാണ്. ഉയർന്ന പലിശയുള്ള കടങ്ങൾ തിരിച്ചടയ്ക്കാൻ ഈ മാസം ലഭിക്കുന്ന അധിക വരുമാനം ഉപയോഗപ്പെടുത്താം. ഇത് നിങ്ങളുടെ സാമ്പത്തിക ഭാരം ഗണ്യമായി കുറയ്ക്കും. അത്യാവശ്യമല്ലാത്ത പുതിയ കടങ്ങൾ എടുക്കുന്നത് ഒഴിവാക്കുക. പ്രത്യേകിച്ച് അനാവശ്യ വസ്തുക്കൾ വാങ്ങുന്നതിനു വേണ്ടി കടം വാങ്ങുന്നത് ഈ മാസം ഒഴിവാക്കണം. കുടുംബത്തിലെ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് പങ്കാളിയുമായും മറ്റു കുടുംബാംഗങ്ങളുമായും തുറന്ന് സംസാരിക്കുക. ഇത് സാമ്പത്തികപരമായ തീരുമാനങ്ങൾ എടുക്കുന്നത് എളുപ്പമാക്കും. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനോ കുടുംബത്തിലെ അംഗങ്ങളുടെ ആരോഗ്യപരമായ ആവശ്യങ്ങൾക്കോ വേണ്ടി പണം നീക്കിവെക്കുന്നത് ഭാവിയിൽ ഗുണകരമാകും. ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുക. അപ്രതീക്ഷിത സാഹചര്യങ്ങളെ നേരിടാൻ ഒരു അടിയന്തര ഫണ്ട് എപ്പോഴും സൂക്ഷിക്കുന്നത് നല്ലതാണ്. ചുരുങ്ങിയത് 3-6 മാസത്തെ ചെലവുകൾക്കുള്ള തുക ഇതിനായി നീക്കിവെക്കുക. കുടുംബത്തിന്റെ ദീർഘകാല സാമ്പത്തിക ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കുകയും അതിനനുസരിച്ച് സമ്പാദ്യവും നിക്ഷേപങ്ങളും ആസൂത്രണം ചെയ്യുകയും ചെയ്യുക. അശ്വതി നക്ഷത്രക്കാർക്ക് കേതുവിന്റെ സ്വാധീനം കാരണം സാമ്പത്തിക കാര്യങ്ങളിൽ ചിലപ്പോൾ ആശയക്കുഴപ്പങ്ങളോ അമിത ധൈര്യമോ ഉണ്ടാകാം. ഇതൊഴിവാക്കാൻ ചില ലളിതമായ പ്രതിവിധികൾ സഹായകമാകും. കേതുവിന്റെ ദോഷഫലങ്ങൾ കുറയ്ക്കാനും തടസ്സങ്ങൾ നീങ്ങാനും ഗണപതി ഭഗവാനെ ആരാധിക്കുന്നത് വളരെ നല്ലതാണ്. ബുധനാഴ്ചകളിൽ ഗണപതി ക്ഷേത്ര ദർശനം നടത്താം. ചൊവ്വയുടെ ദോഷകരമായ സ്വാധീനങ്ങളെ കുറയ്ക്കാനും ധൈര്യം വർദ്ധിപ്പിക്കാനും ഹനുമാൻ സ്വാമിയെ ആരാധിക്കുന്നത് ഉത്തമമാണ്. ചൊവ്വാഴ്ചകളിൽ ഹനുമാൻ ക്ഷേത്ര ദർശനം നടത്താം. എല്ലാ സാമ്പത്തിക ഇടപാടുകളിലും സത്യസന്ധതയും ധാർമ്മികതയും പുലർത്തുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ ഗുണകരമാകും. മാനസിക പിരിമുറുക്കം കുറയ്ക്കാനും സാമ്പത്തികപരമായ തീരുമാനങ്ങളിൽ വ്യക്തത നേടാനും യോഗയും ധ്യാനവും സഹായിക്കും. പാവപ്പെട്ടവർക്കും അശരണർക്കും കഴിവിനനുസരിച്ച് ദാനം ചെയ്യുന്നത് ആത്മീയമായ സന്തോഷം നൽകുകയും സാമ്പത്തികപരമായ തടസ്സങ്ങളെ നീക്കുകയും ചെയ്യും. 2026 ഏപ്രിൽ മാസം അശ്വതി നക്ഷത്രക്കാർക്ക് സാമ്പത്തികപരമായി നിരവധി അവസരങ്ങളും ഒപ്പം ചില വെല്ലുവിളികളും നിറഞ്ഞ ഒരു മാസമാണ്. പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്താനും നിലവിലുള്ള വരുമാനം വർദ്ധിപ്പിക്കാനും സാധിക്കും. എന്നാൽ കേതുവിന്റെയും ചൊവ്വയുടെയും സ്വാധീനം കാരണം ചിലപ്പോൾ അമിതമായ റിസ്കുകൾ എടുക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുകയും സാമ്പത്തിക അച്ചടക്കം പാലിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. വ്യാഴത്തിന്റെയും ശനിയുടെയും അനുകൂലമായ സ്വാധീനം സാമ്പത്തിക നേട്ടങ്ങൾക്ക് വഴിയൊരുക്കും. ലഭിക്കുന്ന അവസരങ്ങളെ വിവേകത്തോടെ ഉപയോഗപ്പെടുത്തുകയും സാമ്പത്തികപരമായ തീരുമാനങ്ങൾ ജാഗ്രതയോടെ എടുക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെ കൂടുതൽ ഭദ്രമാക്കാൻ സഹായിക്കും. ഈ അനുകൂല സാഹചര്യങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തി ജീവിതത്തിൽ സാമ്പത്തികപരമായ ഉയർച്ച നേടാനും സമ്പന്നമായ ഒരു ഭാവി കെട്ടിപ്പടുക്കാനും അശ്വതി നക്ഷത്രക്കാർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.